let us look at each of the immune cell in details. So there are different kinds of cells which attack the antigens. So we can classify them as leukocytes or white blood cells. They are divided into granulocytes and agranulocytes. Granulocytes include granulocytes എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൈറ്റോപ്ലാസത്തിലെ ഗ്രാന്യൂൾസ് ഉണ്ടാവും. ഈ ഗ്രാന്യൂൾസ് ഒക്കെ ടോക്സിക് സബ്സ്റ്റൻസസ് എൻക്ലോസ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സ് ആണ്. അപ്പോൾ അതിൻ്റെ പേരുകളാണ് ന്യൂട്രോഫിൽ, ബേസോഫിൽ, ഈസോനോഫിൽ, ഇയോസിനോഫിൽ എന്നും പറയും. പിന്നെ മോണോസൈറ്റ്സ് ആൻഡ് ലിംഫോസൈറ്റ്സ്. അപ്പം ന്യൂട്രോഫിൽസ് ആണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന WBCയിൽ, അല്ലെങ്കിൽ ഗ്രാനുലോസൈറ്റിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ന്യൂട്രോഫിൽസ് ആണ്. ഒരു 50 to 60% വരെ നമ്മുടെ ബ്ലഡിൽ കാണുന്നത് ന്യൂട്രോഫിൽസ് ആണ്. പിന്നെ ബേസോഫിൽസ് ഉണ്ട്. ബേസോഫിൽസ് വളരെ 0 to 1% എന്നാണ് പറയുക. നോർമൽ people some people may show just 1 or maybe it may be absent in some, so it is just 0 to 1. And eosinophils means they show a hike in during allergic conditions. Otherwise it will be just 4 to 6 in normal people. Then monocytes will be seen in normal individuals, which will be similar to that of neutrophils, but not so high, but it will be present in few numbers. And then there are lymphocytes. Lymphocytes are comparatively smaller than the monocytes, and they are of 2 kinds or 3 kinds, that is the T cells, B cells and natural killer cells. So first namukku innate mechanism. അപ്പോൾ ഇതിൽ പല ക്ലാസിഫിക്കേഷൻസും നമുക്ക് കാണാം. അപ്പോൾ അതിൽ ആദ്യമായിട്ട് നമുക്ക് ഇന്നേറ്റ് ഇമ്മ്യൂൺ റെസ്പോൺസിൽ ഇൻവോൾവ് ആയിട്ടുള്ള സെല്ലുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നേറ്റ് ഇമ്മ്യൂൺ റെസ്പോൺസിൽ വരുന്നതാണ് നാച്ചുറൽ കില്ലർ സെൽസ്. നാച്ചുറൽ കില്ലർ സെൽസ് എന്ന് പറയുന്നത് ഇന്നേറ്റ് ഡിഫെൻസ് മെക്കാനിസത്തിൽ ഇൻവോൾവ് ആണ്. ദാറ്റ് ഇസ് 1 point. ഇറ്റ് ഈസ് പ്രസൻറ്റ് അറ്റ് ദ ടൈം ഓഫ് ബർത്ത് ആൻഡ് ഇറ്റ് ഈസ് സൈറ്റോടോക്സിക്. അത് വളരെ it is very toxic for tumor cells and cancer cells and viral infected cells. അതാണ് നാച്ചുറൽ കില്ലർ സെൽസിന് ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ദേ വിൽ കിൽ സെൽസ് വിത്ത് ഗൈഡൻസ് ഫ്രം ആൻറ്റിബോഡീസ്. ആൻറ്റിബോഡീസിൻ്റെ ഡിപ്പെൻഡൻ്റ് ആണ് ഈ നാച്ചുറൽ കില്ലർ സെൽസ്. സോ ദാറ്റ് ഇസ് അബൌട്ട് നാച്ചുറൽ കില്ലർ സെൽസ്. ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാസ്റ്റ് സെൽസ് ആണ്. They are also coming under innate immune response. അപ്പോൾ innate immune responseൽ വരുന്ന മാസ്റ്റ് സെല്ലുകളെ കുറിച്ച് പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഈ ബേസോഫിലിനോട് സിമിലർ ആണ് മാസ്റ്റ് സെൽസ്. ബേസോഫില്ലുകൾ എന്ന് പറഞ്ഞാൽ ഗ്രാനുലോസൈറ്റുകളാണ്. അവരുടെ എണ്ണം വളരെ കുറവായിരിക്കും. ഈ ഗ്രാന്യൂൾസ് എന്ന് പറയുന്ന ബേസോഫില്ല് കണ്ടെയ്ൻ ചെയ്യുന്ന ഗ്രാന്യൂൾസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അബണ്ടന്റ് ഹിസ്റ്റമിൻസ്. ഹിസ്റ്റമിൻ എന്നൊക്കെ പറയുന്നത് കെമിക്കൽസ് വിച്ച് ആക്ട് ആസ് വാസോഡയലേറ്റേഴ്സ്. വാസോഡയലേറ്റേഴ്സ് എന്ന് വെച്ചാൽ അവിടേക്കുള്ള ബ്ലഡ് ഫ്ലോ കൂട്ടാനും. പിന്നെ ഹെപ്പാരിൻ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്, ദാറ്റ് ഈസ് ആൻറ്റികോയാഗുലന്റ്. ഇറ്റ് ക്യാൻ ഡിസോൾവ് ക്ലോത്ത്സ്. പിന്നെ എയർവേ കൺസ്ട്രക്ഷനൊക്കെ ഹിസ്റ്റാമിൻസ് ഒരു കോസ് ചെയ്യാറുണ്ട്. എയർവേ എന്ന് പറഞ്ഞാൽ നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്ട്, ബ്രോങ്കസിൻ്റെ റീജിയനൊക്കെ കൺസ്ട്രക്ട് ചെയ്ത് അവിടേക്കുള്ള എയർ ഫ്ലോ കുറയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അത് ഇൻ എഫക്റ്റ് ഇറ്റ് വിൽ കോസ് അനാഫിലാക്സിസ് ഓർ അലർജിക് സിംറ്റംസ് ഇൻ ദ പേഴ്സൺ. സോ ഇറ്റ് ഈസ് ഓഫൻ അസോസിയേറ്റഡ് വിത്ത് ഈ ഹെപ്പാരിൻ ആയാലും ഹിസ്റ്റാമിൻസും, നോട്ട് ഹെപ്പാരിൻ ബട്ട് ഹിസ്റ്റാമിൻസ് ആർ മോർ റിലേറ്റഡ് ടു അലർജി ആൻഡ് അനാഫിലാക്സിസ്. So mast cells are a type of innate immune cell that is seen in connective tissue. അപ്പോൾ basophil, when it leaves the capillary and enters the connective tissue or the mucosal tissue or membrane, then it is called as mast cell. So they are involved in defense against pathogens. They are also involved in wound healing, but mostly
നമ്മൾ മാസ്റ്റ് സെല്ലിൻ്റെ അളവ് ബോഡിയിൽ കൂടുതലായിട്ട് കാണുന്നത് അലർജിക് കണ്ടീഷൻസിലും അനാഫിലാക്സിസിലൊക്കെയാണ് കൂടുതലായിട്ട് കാണുന്നത്. സോ വെൻ ദ മാസ്റ്റ് സെൽസ് ആർ ആക്ടിവേറ്റഡ്, മാസ്റ്റ് സെൽസിൻ്റെ അളവ് കൂടുതലായിരിക്കുമ്പോൾ ദേ വിൽ റിലീസ് ദീസ് ഹിസ്റ്റമിൻ ഫ്രം ദ ഗ്രാന്യൂൾസ്. And also there will be hormonal mediators, chemokines, cytokines in the environment. Along with the chemokines, cytokines in the environment, they will release the histamines. Histamines will cause dilation of the blood vessels, and also the sign that is causing signs of inflammation, and will recruit more neutrophils and macrophages to the site of infection. അപ്പോൾ മാസ്റ്റ് സെല്ലുകൾ എന്ന് പറഞ്ഞാലും എല്ലാ സെല്ലുകൾ എന്ന് വെച്ചാൽ സെൽസ് ഇൻവോൾവ് ഇൻ ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുന്ന സെല്ലുകൾ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ത്രൂ കെമിക്കൽസ്. ആ കെമിക്കലിനെ പറയുന്നതാണ് സൈറ്റോകൈൻസ്. ഈ സൈറ്റോകൈൻസ് തന്നെ പല പല ഫോംസിൽ ഉണ്ട്. കീമോകൈൻസ്, പിന്നെ ഇന്റർഫെറോൺ. ഇന്റർഫെറോൺ എന്നൊക്കെ പറഞ്ഞാൽ ഒരു വൈറസ് വന്നിട്ട് ഒരു സെല്ലിനെ ഇൻഫെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ ആ സെല്ല് മറ്റുള്ള സെല്ലുകളെ വാൺ ചെയ്യുന്ന കെമിക്കലാണ് ഇന്റർഫെറോൺ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഒരു സെല്ലിനെ ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ ഇന്റർലൂക്കിൻസിന്റെ എമൗണ്ട്, അത് പല ടൈപ്പ് ഓഫ് ഇന്റർലൂക്കിൻസ് ഉണ്ട്. ഇതൊക്കെ സൈറ്റോകൈനിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പൊ സൈറ്റോകൈൻ എന്ന് പറഞ്ഞാൽ ഒരു സെല്ല് വേറൊരു സെല്ലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ കെമിക്കൽസ് റിലീസ് ചെയ്യും. ആ കെമിക്കലിന്റെ പേരാണ് സൈറ്റോകൈൻസ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഗ്രാന്യൂലേറ്റഡ് സെൽസിലൊക്കെ കാണുന്നതാണ് ഈ പറഞ്ഞ പോലെ ശരി ടോക്സിക് സബ്സ്റ്റൻസസ് ലൈക്ക് ഹിസ്റ്റമിൻ, ഹെപ്പാരിൻസ്, ഇതൊക്കെ. അപ്പം ഇതൊക്കെ ഈ സൈറ്റോകൈനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഫങ്ഷൻ. സോ വി വർ ടോക്കിംഗ് അബൌട്ട് നാച്ചുറൽ കില്ലർ സെൽസ് ആൻഡ് മാസ്റ്റ് സെൽസ്. നെക്സ്റ്റ് ലെറ്റ് us look at the phagocytic cells, which include macrophages. Then there are dendritic cells and there are neutrophils. നമ്മളുടെ ബോഡിയിലേക്ക് ഒരു പാത്തോജൻ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പോയി അറ്റാക്ക് ചെയ്ത് അതിനെ എൻഗൾഫ് ചെയ്ത് ചെയ്യുന്ന സെല്ലുകളാണ് ഈ പറഞ്ഞ 3 സെല്ലുകൾ. ഒന്ന് മാക്രോഫേജുകൾ, ന്യൂട്രോഫിൽസും പിന്നെ ഉള്ളത് ഡെൻഡ്രിറ്റിക് സെൽസ് ആണ്. അപ്പോൾ ഓരോന്നും എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. ആദ്യം മാക്രോഫേജുകൾ. മാക്രോ എന്ന് പറഞ്ഞാൽ വലിയ, ഫേജസ് എന്ന് പറഞ്ഞാൽ ലാർജ് ഈറ്റിംഗ് സെൽസ് എന്നാണ് അതിൻ്റെ നെയിം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതെന്ത് ചെയ്യും? ആദ്യം തന്നെ ഈ വലിയ സെല്ലുകൾ പോയിട്ട് പാത്തോജനെ എൻഗൾഫ് ചെയ്യാണ് ചെയ്യുന്നത്. എൻഗൾഫ് ചെയ്യാന്ന് വെച്ചാൽ അതിൻ്റെ സെല്ലിൻ്റെ ഉള്ളിലേക്ക് ഇറ്റ് വിൽ ഈറ്റ് അപ്പ് ദ സെൽ. ഓക്കെ, സോ അതിൽ വരുന്ന ഫസ്റ്റ് സെല്ലാണ് മാക്രോഫേജസ്, ലാർജ് ഈറ്റിംഗ് സെൽസ്. ദേ ക്യാൻ മൂവ് ഫ്രം ദ വാസ്കുലർ സിസ്റ്റം, അല്ലെങ്കിൽ ബ്ലഡിൽ നിന്ന് പോയി അതിന് ഈ കാപ്പിലറി വെസൽസിൽ നിന്ന് പോയിട്ട് ഇറ്റ് ക്യാൻ എൻഗൾഫ് ബാക്ടീരിയ, മൈക്രോബ്സ് എക്സെട്ര. അപ്പോൾ ഒന്ന്, ദേ ആർ ലാർജ് ഈറ്റിംഗ് സെൽസ്. സെക്കൻഡ്, ദേ ആർ മോഡിഫൈഡ് form of monocyte. They can move outside from the vascular system and engulf large number of bacteria and microbes, and they will kill the bacteria with the help of a mechanism called as respiratory burst. Respiratory burst എന്ന് വെച്ചാൽ reactive oxygen species release ചെയ്യിപ്പിക്കും. So that will cause the cell death of that bacteria. So and will also produce chemokines so that other cells ine ആ സൈറ്റിലേക്ക് അതിലേക്ക് അട്രാക്ട് ചെയ്യുന്ന. സോ മാക്രോഫേജസ് എന്ന് പറയുന്ന മോഡിഫൈഡ് വേർഷൻസ് ഓഫ് മോണോസൈറ്റ്സ് ആണ്. ആൻഡ് ദേ ആർ phagocytic cells. They engulf a lot of bacteria. They can destroy them by releasing causing respiratory burst by releasing reactive oxygen. Reactive oxygen species എന്ന് പറയുന്നത് free radicals ആണ്. They will cause the damage of the cells of bacteria, and it will also cause chemokines to be released from them, so that will ask other cells, immune cells നോട് ആ സൈറ്റിലേക്ക് എത്താൻ സഹായിക്കുന്ന അല്ലെങ്കിൽ അട്രാക്ട് ചെയ്യുന്ന തരത്തിലുള്ള കെമിക്കൽസും അവർ പ്രൊഡ്യൂസ് ചെയ്യും.
പിന്നെയുള്ളത് neutrophils ആണ്. Neutrophils are they are seen along with eosinophils and basophils. They are granulocytes. They contain granules in the cytoplasm and multi-lobed nuclei. ഇതാണ് അവരുടെ characteristic. They contain a lot of toxic substances. They can also involved in engulfing bacteria, fungus, and they are very similar to macrophages. And they are found in large numbers, and it is one of the most abundant phagocytes, and it is also the first one to arrive at the site of infection. അതാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. പിന്നെ they also cause the release of reactive oxygen species. പിന്നെയുള്ളത് നമ്മളിവിടെ മെൻഷൻ ചെയ്യാത്ത ഒരു സെല്ലാണ് ഡെൻഡ്രിറ്റിക് സെൽ. ഡെൻഡ്രിറ്റിക് സെൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്സോണിന്റെ സ്ട്രക്ചർ ഒക്കെ പഠിച്ചപ്പോൾ ഈ ഡെൻഡ്രൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ബ്രാഞ്ച് ചെയ്ത് കിടക്കുന്ന ഒരു സെല്ലാണ് dendritic cell, but they are not actually they are not that is belonging to the nervous system, but they are actually involved in immune mechanism. So dendritic cells in they are mostly phagocytic cells. They are found in tissues that is in contact with the external environment, like in skin. They called Langerhans cells എന്നൊക്കെ അറിയപ്പെടുന്നത് dendritic cells ആണ് സ്കിന്നിൽ കാണുന്നത്. They are also found in the inner layer of the mucosa of the മൂക്കിന്റെ ഉള്ളിലായിട്ട് കാണുന്ന, സ്റ്റൊമക്കിൽ കാണുന്ന, ഇൻറ്റസ്റ്റൈനിലൊക്കെ കാണുന്നതാണ് ഈ ഡെൻഡ്രിറ്റിക് സെൽസ്. ഇതിനൊരു പ്രത്യേകത തന്നെയുണ്ട്. ദേ ആർ ആൻറ്റിജൻ പ്രസൻറ്റിങ് സെൽസ്. അപ്പോൾ ഈ ആൻറ്റിജൻ പ്രസൻറ്റിങ് സെൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ടി സെല്ലും ബി സെല്ലും ഉണ്ടല്ലോ, അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി ആക്ടിവേറ്റഡ് ആവണമെങ്കിൽ ദേ ആർ നോട്ട് നോർമലി ആക്റ്റീവ്. ടി സെൽസ് ആൻഡ് ബി സെൽസ് ആർ they are when they are produced from the bone marrow, they are actually naive T cells. Naive T cells എന്ന് പറഞ്ഞാൽ അവർക്ക് ആൻറ്റിജനുമായിട്ട് നേരത്തെ കോണ്ടാക്ട് ഇല്ലാത്ത കാരണം അവർ ആൻറ്റിജനുമായിട്ട് കോണ്ടാക്റ്റിൽ വന്നാൽ തന്നെ they will not be activated. They need an activation. ആ ആക്ടിവേഷൻ കൊടുക്കുന്നതാണ് ഈ ഡെൻഡ്രിറ്റിക് സെൽസ് എന്ന് പറയുന്നത്. ആൻറ്റിജൻ പ്രസൻറ്റിങ് സെല്ലാണ് ഈ ഡെൻഡ്രിറ്റിക് സെൽ. ഇപ്പം എന്താ ഈ ആൻറ്റിജൻ പ്രസൻറ്റിങ് സെൽ എന്ന് ചോദിച്ചാൽ ഈ ഡെൻഡ്രിറ്റിക് സെൽസ് ഈ പാത്തജനെ എൻഗൾഫ് ചെയ്ത് അതിനെ ബിറ്റ്സ് ആക്കി പെപ്റ്റൈഡ് ഫോമിലാക്കി അതിൻ്റെ ചെറിയൊരു പ്രോട്ടീൻ്റെ ബിറ്റ് അല്ലെങ്കിൽ പെപ്റ്റൈഡ്, ഈ ആൻറ്റിജൻ്റെ ഒരു ചെറിയ പോർഷൻ അതിൻ്റെ MHC ക്ലാസ് 1 and 2 ഉണ്ട്, പ്രോട്ടീൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു റിസപ്റ്റർ ഉണ്ട്. ആ റിസപ്റ്ററിൽ കാണിച്ചു കഴിഞ്ഞാൽ then only the T cell can recognize and get the antigen and get activated. അതാണ് ഇവർ തമ്മിലുള്ള റിലേഷൻ. ആൻറ്റിജൻ പ്രസൻറ്റിംഗ് സെൽസ് മീൻസ് ദേ ആർ ദോസ് സെൽസ് which engulf and destroy the pathogen and present that antigen bit to the T cells to get them activated. അതാണ് ഇവരുടെ ഇമ്പോർട്ടൻറ്റ്. So they are acting as a link between adaptive immunity and innate immune mechanisms. Basophil, eosinophil എന്ന് പറഞ്ഞാൽ they are that is they get activated by when they meet the pathogen, and basophils will release histamines against the parasite. They are involved in allergic reactions, and eosinophils also are involved in release of toxic proteins and killing bacteria and parasites, but they are also involved in ടിഷ്യൂ ഡാമേജ്. അപ്പോൾ ആ ടിഷ്യൂ ഡാമേജ് കോസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഈസ്നോഫിലിൻ്റെ ആക്ടിവേഷൻ വളരെ ടൈറ്റായിട്ട് റെഗുലേറ്റ് ചെയ്ത് വെക്കുന്നതാണ് നമ്മുടെ ബോഡി ചെയ്യുന്നത് in order to prevent tissue destruction. Along with the pathogen, it also destroys the tissues. So it needs to be tightly regulated. ഇതൊക്കെയാണ് cells of the innate mechanism and also the so which are they? They are the neutrophils, macrophages, the dendritic cells, then the mast cells, then natural killer cells. While the other cells like helper T cells, cytotoxic T cells, all these are involved, and B cells, they are involved in adaptive immunity. Okay, and so this is the cell of immune system. So when the question cells of immune system is asked, there are two types of innate mechanism and adaptive immune mechanisms. So innate immune mechanisms, there are the cells involved are neutrophils, the macrophages and dendritic cells and the mast cells, while in the and also the basophils, eosinophils and the monocytes, while in the adaptive
immune response, the lymphocytes are involved, and lymphocytes are of different kinds. The T cells and B cells are involved in adaptive immunity.